തൊടുപുഴയിലേക്കാണ്. തൊടുപുഴ വെളിയമറ്റത്ത് കുട്ടി കർഷകരായ സഹോദരങ്ങളുടെ പശുക്കൾ കൂട്ടത്തോടെ ചത്തു. മികച്ച കുട്ടി ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച മാത്യുവിന്റെയും സഹോദരന്റെയും 13 പശുക്കളാണ് ചത്തത്. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. കപ്പയിൽ നിന്നുള്ള സയനൈഡ് പോയിസണിങ്ങാണ് സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും ത്രിതല പഞ്ചായത്തുകളും നമ്മളെ ക്ഷീരസഹകരണ സംഘങ്ങളും അതിലെ ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് ഇവരെ സഹായിക്കാൻ തന്നെയാണ് തീരുമാനം. നാളെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഇവിടെ വരുമെന്ന് അറിയുന്നു. മന്ത്രിയും എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കപ്പയുടെ തൊലി കൊടുത്തതാണെന്നാണ് അറിഞ്ഞത്. നിർഭാഗ്യവശാൽ ഈ പശുക്കൾക്കൊന്നും ഇൻഷുറൻസും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. പിന്നെ നമ്മുടെ 2 കുട്ടികൾ വളർത്തിയിരുന്ന ഒരു ഫാമും പശുക്കളും ഒക്കെ ആയിരുന്നു. വളരെ ഷോക്കിലാണിപ്പോൾ ആ കുട്ടി ഉള്ളത്. നിലവിൽ വയലിൻ ആശുപത്രിയിൽ സൈഡേഷൻ കൊടുത്ത് കെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു അവസ്ഥയാണ്. ജെയിനസ് രാജുണ്ട്. ജെയിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കൊടുത്ത ഭക്ഷണത്തിൽ വിഷബാധ ഏറ്റു, അങ്ങനെയാണ് ഈ 13 പശുക്കളും ചത്തത് എന്നുള്ള ഒരു പ്രാഥമികമായ വിലയിരുത്തലിലേക്ക് എത്തിയോ? ഈ ക്ഷീരവകുപ്പിന്റെ ഉൾപ്പെടെ സഹായം ഇപ്പോൾ ആ കുട്ടികൾക്ക്, ആ കുട്ടി ക്ഷീര കർഷകർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? അഞ്ജിത, തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു സഹായം ഈ കുട്ടികൾക്ക് ആവശ്യമാണ്. നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. 13 പശുക്കളാണ് ജീവനറ്റ് കിടക്കുന്നത്. വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കുട്ടികളുടെ ഒരു വരുമാന മാർഗം എന്നതിനപ്പുറം ഒരു വലിയൊരു ദുരന്തം ഒരു കർഷകനെ സംബന്ധിച്ച് അയാൾക്ക് താങ്ങാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 2 പേർ ചേർന്നാണ് ഇവിടെ ഈ ഫാം നടത്തിയിരുന്നത്. മാത്യുവും ജോർജും സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ക്ഷീര കർഷകനുള്ള പുരസ്കാരം അടക്കം കിട്ടിയതാണ് മാത്യു ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താ സംഭവിച്ചത്? സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയിൽ ഞാനും അനിയനും കൂടെ മുകളിലായിരുന്നു, പാറയിലായിരുന്നു. അപ്പോഴത്തേക്കും അനിയത്തിയും അമ്മയായിരുന്നു തൊഴുത്തിൽ. അപ്പം അനിയത്തി കിടന്ന് ഉറക്കെ കരഞ്ഞു, ഓടി വാ, പശുവിന് ഇന്നപോലെ പറ്റിയിരുന്നു. പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഓടി വന്നപ്പം എല്ലാ പശുക്കളും പയ്യെ കിടന്ന് വിറയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ കാല് തന്നെ തുടങ്ങി. പിന്നെ പയ്യെ ഓരോന്നോരോന്നായി തൊഴുത്തിലേക്ക് വീണു. പിന്നെ അവിടെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് വയർക്ക് വീർത്തു. കണ്ടപ്പോൾ നല്ല പേടിയായി. പിന്നെ അയൽവക്കത്തുള്ളവരെ എല്ലാവരും വിളിച്ചു. അപ്പോൾ അവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓടി വന്നു. അപ്പോഴത്തേക്കും ഡോക്ടർമാരെ എല്ലാവരും വിളിച്ചു. അപ്പം ന്യൂ ഇയർക്ക് ആയതുകൊണ്ട് കുറച്ച് ഡോക്ടർമാരെടുത്തില്ല, അല്ല കുറേ പേരൊക്കെ എടുത്തു. എന്നിട്ട് അവരപ്പം തന്നെ വന്നു. കപ്പയുടെ തൊലി എവിടെ നിന്നാണ് കിട്ടിയത്? അത് അടുത്ത് ഒരു ഡ്രയറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ മേടിക്കുന്നത്. അപ്പം 4 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് എല്ലാത്തിനും. നിങ്ങൾക്ക് മറ്റേ എന്തെങ്കിലും ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടോ? എന്തോ ഈ പശുക്കൾക്ക് ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻഷുറൻസ് എടുക്കാൻ മറ്റേ പശുക്കൾക്കാകുമ്പോൾ ഇത്ര പശു ഉണ്ടായതുകൊണ്ട് നല്ല തുക ആയതുകൊണ്ട് എടുത്തില്ല. നല്ല തുക വരുമല്ലോ, അതുകൊണ്ട് എടുത്തില്ല. അനിയൻ ഇത് കേട്ടിട്ട് ബുദ്ധിമുട്ടിലാണോ? എന്താ അവൻ ആശുപത്രിയിൽ നല്ല കരച്ചിലാന്ന് പറഞ്ഞ്, ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി കിടന്ന് കരയുമായിരുന്നു. മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ സഹായം വേണമല്ലോ. തീർച്ചയായും ഞങ്ങൾക്ക് വേണം. മാത്യു ആണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ദുരന്തമാണ്. ഈ മാത്യുവിൻ്റെ അനിയൻ 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇതറിഞ്ഞതിന് ശേഷം അവന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ ഷോക്കിൽ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ 4 വർഷമായിട്ട് സമീപത്തുള്ള ഒരു ഡ്രയറിൽ നിന്ന്, അതായത് കപ്പ ഉണങ്ങുന്ന സ്ഥലത്ത് നിന്ന് ഈ തൊലി മേടിച്ചാണ് ഈ കുട്ടികൾ ഈ പശുക്കൾക്ക് നൽകിയിരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ അടിത്തറ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിനകത്ത് ഈ കപ്പയുടെ തൊലിയിൽ വിഷാംശം, പ്രത്യേകിച്ച് സയനൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദഗ്ധന്മാർ പറയുന്നത്. അത് പലപ്പോഴും ചില ഘട്ടത്തിൽ അതിൻ്റെ അളവിൽ ഓരോ ഇനത്തിലും അതോടൊപ്പം തന്നെ കൃഷിയും അതോടൊപ്പം തന്നെ മണ്ണിൻ്റെയും ആശ്രയിച്ചുകൊണ്ട് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്തതുകൊണ്ട് പ്രശ്നമുണ്ടായില്ല എന്നതുകൊണ്ട് പുതുതായി കൊടുക്കുമ്പോൾ ഒരു പക്ഷേ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പത്തൊലി അത് ഉണക്കിയാണെങ്കിലും വേവിച്ചാണെങ്കിലും പച്ചയോടെ ആണെങ്കിലും കൊടുക്കരുത് എന്നുള്ളതാണ് ഈ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർ പറയുന്നത്. അങ്ങനെ ഒരു പക്ഷേ ഇവിടെയും അത്തരത്തിലായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. എന്തായാലും വിശദമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ എന്താണ് ഈ പശുക്കൾ ചാവാൻ ഇടയാക്കിയ കാരണം എന്ന് വ്യക്തമാകൂ. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ചത്ത പശുക്കളെ ഇവിടെ നിന്ന് തൊഴുത്തിൽ നിന്ന് മാറ്റുകയാണ്. സമീപത്തേക്ക് മാറ്റി അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മറവ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നത്. അവിടെ തന്നെ വെച്ചാണോ പോസ്റ്റ്മോർട്ടം നടപടികൾ? ഈ ഇത്രയും 13 പശുക്കളെയും ഒരു സ്ഥലത്ത് അടക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ആ നടപടികളിലേക്ക് കടന്നു. ഇതിനോടകം ക്ഷീരവകുപ്പിൽ നിന്ന് ആരെങ്കിലും മാത്യുവിനെ വിളിച്ച് ആശ്വാസവാക്കോ എന്തെങ്കിലും സഹായം നൽകുമെന്നുള്ള പ്രഖ്യാപനമോ നൽകിയിട്ടുണ്ടോ ജയ്? ഈ പുതുവത്സര ദിനത്തിൽ കേൾക്കുന്ന വളരെ സങ്കടകരമായ വാർത്തയാണ്. തൊടുപുഴ വെളിയമറ്റത്താണ് കുട്ടി കർഷകരായ മാത്യുവിൻ്റെയും സഹോദരൻ്റെയും ആ 2 പേർ ചേർന്നുകൊണ്ട് പശുക്കളെ വളർത്തുകയായിരുന്നു. അതിൽ 13 പശുക്കളാണ് ചത്തത്. ഈ കപ്പത്തൊലിയിൽ നിന്ന് വിഷബാധയേറ്റതാകാമെന്നുള്ള പ്രാഥമിക സംശയമാണ് ഇപ്പോൾ വരുന്നത്. ജയിലിലേക്ക് ഇവരെ ഈ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നൊക്കെ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഈ കുട്ടികളെ എന്തെങ്കിലും ആശ്വാസവാക്കുകൾ നൽകിയിട്ടുണ്ടോ? എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അജിത, മൃഗസംരക്ഷണ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു. ഇവരെ സഹായിക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിന് ഉദ്യോഗസ്ഥർക്ക് പരിമിതിയുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നിർദ്ദേശം ലഭിക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യാനുള്ള സാധ്യതകൾ നിലവിലുണ്ട്. മിൽമയ്ക്ക് ഒരുപക്ഷെ 2-3 പശുക്കളുടെ ചത്തതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം നൽകാൻ കഴിയും. ഇങ്ങനെ ഈ 13 പശുക്കളായതുകൊണ്ട് ഈ മുഴുവൻ നഷ്ടവും നികത്താൻ മൃഗസംരക്ഷണ വകുപ്പിനും അതോടൊപ്പം തന്നെ മിൽമയ്ക്കും കഴിയുമോ എന്ന സംശയമാണ് നിലനിൽക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് സർക്കാർ തലത്തിൽ ഒരു തീരുമാനമെടുത്താൽ ഈ കുട്ടികളെ സഹായിക്കാൻ തീർച്ചയായിട്ടും കഴിയും. ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഒരു കർഷകനെ സംബന്ധിച്ച് ഇത് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അവൻ്റെ ഉപജീവന മാർഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ പോലെയായിരിക്കും ഈ പശുക്കളെ ആ കർഷകൻ അല്ലെങ്കിൽ ഈ കുട്ടികൾ വളർത്തിയിട്ടുണ്ടാവുക. അപ്പം അത് ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്നത് കാണുന്നത് തീർച്ചയായിട്ടും അവരെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നമുക്ക് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പശുക്കളെ